ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മങ്കട വെച്ചിട്ടുള്ള ഒരു അടിപൊളി മീൻകറി റെസിപ്പി ആയിട്ടാണ്. മീൻകറിക്ക് ആവശ്യമായ കുറച്ച് തോട്ടുപുളി തിളപ്പിച്ചെടുക്കാം. ഞാൻ തിളപ്പിച്ചാണ് മീൻകറിയിൽ ചേർക്കാൻ പോകുന്നത്. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ. മീൻകറിക്ക് ആവശ്യമായ പൊടിക്കൂട്ടുകളൊക്കെ നമുക്കിവിടെ എടുത്തു വെക്കാം. അതിനു വേണ്ടി 5 സ്പൂൺ പിരിയൻ മുളക് പൊടി, 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എടുത്തു വെക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിലാക്കി എടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരുന്ന പുളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ചു വെക്കാം. മീൻകറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില ഇട്ട് വീണ്ടും അടച്ചു വെക്കാം. നമ്മുടെ മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടിപൊളി മീൻകറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.